പോകുന്നത് ബീഹാറിലേക്കാണ്. ബീഹാറിൽ ചൂടേറിയ പോരാട്ടം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ ഇനി 3 നാൾ. അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. നാളെ പട്നയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കും. രാഹുൽ ഗാന്ധി അടക്കം ഇന്ത്യ സഖ്യ നേതാക്കളും സജീവമാണ്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും അവസാന ലാപ്പിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശോജ്വലമായി കടക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം അണിനിരത്തി ഈ പ്രചാരണം കൊഴുപ്പിക്കുന്നുണ്ട് ഒരു വശത്ത്. അപ്പോൾ ഈ പ്രചാരണ വേദികളിലെല്ലാം ഈ അവസാന ലാപ്പിലും ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ഏതൊക്കെയാണ്? പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്, വോട്ടെടുപ്പിലേക്ക് പോകുന്നത് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളാണ്. ഏതായാലും ദേശീയ നേതാക്കളൊക്കെ തന്നെ ബീഹാറിൽ സജീവമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഛഠ് പൂജയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ 2 ദിവസങ്ങളിലായി റാലികളിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം 2 ഇടങ്ങളിൽ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ദേശീയ നേതാക്കൾ കൂടുതൽ സജീവമാകും. കാരണം പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും ചില വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമാണ്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ഇന്നലെ NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. അതിൽ തന്നെ 1 കോടി തൊഴിലവസരമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിനെ ഇന്ത്യ സഖ്യവും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 20 വർഷമായി ബീഹാറിൽ ഭരിക്കുന്നത് NDA ആണ്, നിതീഷ് കുമാറാണ്. അപ്പോൾ നിതീഷ് കുമാർ വീണ്ടും ഇത്തരം വ്യാജ വാഗ്ദാനങ്ങൾ നടത്തുന്നുവെന്ന പ്രതികരണമാണ് RJD നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമൊക്കെയായ തേജസ്വി യാദവിൽ നിന്നുണ്ടായിട്ടുള്ളത്. സങ്കല്പ പത്രയല്ല പുറത്തിറക്കേണ്ടത്, മറിച്ച് മാപ്പാണ് അവർ അപേക്ഷിക്കേണ്ടതെന്ന പ്രതികരണം തേജസ്വി നടത്തിക്കഴിഞ്ഞു. പ്രശാന്ത് കിഷോറും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഭരിക്കുന്ന സർക്കാർ, കാലങ്ങളായി ഭരിക്കുന്ന സർക്കാർ വീണ്ടും വാഗ്ദാനങ്ങളല്ല നടത്തേണ്ടത്, മറിച്ച് വികസന എന്തൊക്കെ നടപ്പാക്കി തുടങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ടാണ് പുറത്തിറക്കേണ്ടെന്ന പ്രതികരണം ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മറുവശത്ത് BJP NDA ക്യാമ്പ് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം ചില രാഹുൽ ഗാന്ധി അടക്കം നടത്തിയ വിമർശനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടും മോദി അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്നതും കണ്ടു. പ്രത്യേകിച്ച് ഛഠ് പൂജ ബീഹാറിലെ വലിയ ആഘോഷമാണ്. അതിനായി കൃത്രിമ യമുന നിർമ്മിച്ചു മോദിക്കായി എന്ന വിമർശനം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിനെ രാഷ്ട്രീയമായി തന്നെ ആയുധമാക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരത്തിൽ ബീഹാറിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യ നേതാക്കളും. അതിന് ബീഹാർ ജനത മറുപടി നൽകുമെന്നുള്ള മറുവാദങ്ങളൊക്കെ തന്നെ ഏതായാലും NDA ക്യാമ്പും നിരത്തുന്നുണ്ട്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ ആദ്യഘട്ടത്തിൻ്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സജീവമാണ്. ഏതായാലും കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുകയാണ് സംസ്ഥാനത്തേക്ക്. നാളെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പട്നയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പട്ന അടക്കമുള്ള മേഖലകളാണ്, 18 ജില്ലകളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. ER രാഗേഷാണ് സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.